السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. മദദ് ഖുർആൻ ക്ലാസ്. ഇതിലെ ആറാമത്തെ ആയത്ത് സൂറത്ത് യൂസുഫ് ആയിട്ടാണ് ക്ലാസ് എടുത്ത് വന്നിട്ടുള്ളത്. അതിലെ ആറാമത്തെ ആയത്ത്, ആ ആറാമത്തെ ആയത്ത് മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമൊട്ടിಗೆ മോന് യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ട കിനാവിടെ ചൊന്നു കൊടുക്കണം. കിനാവിടെ ചൊന്നു കൊടുത്തിട്ടാണ് ചൊല്ല്, നീ നിന്റെ സഹോദരന്മാരൊട്ടിക്ക് ഇതിരെ ചൊല്ലണ്ട. പിന്നെ ചൊല്ല്, അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല നിന്റെ അതാ സെലക്ട് ആക്കട. നിക്ക് അള്ളാഹു റബ്ബു സുബ്ഹാനഹു തആല സ്വപ്ന വ്യാഖ്യാനത്തെ പഠിപ്പാട്ടി തണ്ട. അവന്റെ നിഅമത്ത് നിക്ക് അള്ളാഹ് പൂർത്തിയാക്കി തണ്ട. മാത്രല്ല യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്കും അള്ളാഹ് പൂർത്തിയാക്കി കൊടുക്കുക. ഏത് നിന്റെ ബാപ്പ ഇബ്രാഹിം നബി ഇസ്ഹാഖ് നബിക്ക് പൂർത്തിയാക്കി കൊടുത്തതുപോലെ. ഇബ്രാഹിം നബിക്ക് അള്ളാഹു നുബുവത്തും റിസാലത്ത് കൊടുത്തില്ലേ, ഇസ്ഹാഖ് നബിക്കും നുബുവത്തും റിസാലത്ത് കൊടുത്തില്ല. അതുപോലെ നിന്റെയും വലിയ ഉന്നത പദവികത്വാട്ട. അതുപോലെ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾക്കും, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്നെയല്ലേ വേല ആലിയാക്കും, നിന്റെ റബ്ബ് എല്ലാം അറിയുന്നവനും ഹിക്മത്തുള്ളവനായിട്ടിക്ക. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമുക്ക് ബാപ്പ ചൊന്നു കൊടുക്കുന്നത്. അപ്പൊ നിന്റെ വലിയ സ്ഥാനത്ത് കത്തുവാട്ട നിക്ക് അള്ളാഹു താല സ്വപ്ന വ്യാഖ്യാനത്തെ പഠിപ്പാട്ടി തന്നാണ്. അപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാം ഈ കണ്ട ഈ കിനാവ് സാക്ഷാത്കരിക്കുമ്പോ 40 വർഷം കഴിയും. അതായത് ഈ കിനാവ് ഇപ്പൊ കണ്ടെത്തല്ലേ, ഇതിന് യഥാർത്ഥം ഉണ്ടാവും. പിന്നെ 40 വർഷം കഴിഞ്ഞിട്ടായിട്ടിക്കത് ഈ കിനാവിടെ യഥാർത്ഥം അവിടെ ഉണ്ടാവിടെ. അപ്പോ മോണ്ടട്ടിക്ക് ചൊല്ല്, മോനെ നീ ഇതാരട്ടും ആങ്ങലമാരെ സഹോദരന്മാരൊട്ടുക്ക് നീ ചൊല്ലണ്ട, നിന്റെ റബ്ബ് ഉന്നത പദവിക്ക് എത്തുവാട്ടാണ്. അപ്പൊ യൂസുഫ് നബിക്ക് അള്ളാഹു താല കൊടുക്കുന്ന മോചിതത്തിൽ ഒരു മോചിതത്തായിട്ടിക്കത്, ഏറ്റവും വലിയൊരു മോചിതത്തായിട്ടിക്കത് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളത്. അതായിട്ടിക്കത് ഏത് സ്വപ്നത്തെ വ്യാഖ്യാനം ഏത് കിനാവ് കണ്ടെങ്കിലും അതിലെ വ്യാഖ്യാനം പെർഫെക്റ്റ് ആയിട്ട് ചൊല്ലുള്ള ഒരു കഴിവ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമുക്ക് അള്ളാഹു വലിയൊരു മോചിതത്തായിട്ട് അള്ളാഹു കൊടുത്തത്. അത് ബാക്കി നബിമാർക്ക് ആ കഴിവില്ലാണ്ടല്ല, പക്ഷെ യൂസുഫ് നബി അലൈഹിസ്സലാം ആ വിഷയത്തിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടില്ല. അള്ളാഹു ഉന്നതമായ സ്ഥാനത്തിൽ യൂസുഫ് നബി എത്തുവാറ്റില്ല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് ചരിത്രം മനസ്സിലാവും, ചൊല്ലുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇന്നിപ്പോ ഈ ആയത്തൊന്ന് ഓതുക. ആ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وكذلك يجتبيك ربك ويعلمك من تأويل الأحاديث ويتم نعمته عليك وعلى آل يعقوب كما أتمها على أبويك من قبل إبراهيم وإسحاق إن ربك عليم حكيم. ഇതായിട്ടിക്കത് ഇതില് വകദാലിക നാവിടെ പല്ലുടെ കൊടുക്കട്ടെ. യജിതബീക റബ്ബുക അവിടെ കാത്തെ നീട്ടൊക്കെ തീറ റബ്ബുക്കാന്റെ പാത്രമല്ല. വയുഅല്ലിമുക അവിടെ കാ നീട്ടിലേക്ക് ഇത് പറകുത്തീറ. മിൻ തഅവീലി മിൻ എന്നുള്ള നൂൺ അവിടെ മൂക്കലായിട്ടിക്കട് പണ്ട് ഇഖ്ഫാ ചൊല്ലുക. മിൻ തഅവീലിൽ അഹാദീസി വയുതിമ്മു നിഅമതഹു വയുതിമ്മു മീം മണിച്ചിട്ടതാണ്. നിഅമതഹു അലൈക വഅലാ ആലി യഅഖൂബ കമാ അതമ്മഹ അലാ അബവൈക വഅലാ ആലി എന്നവിടെ നീട്ടണം, കമാ എന്നവിടെ നീട്ടണം, അല എന്നവിടെ നീട്ടണം. ആ നീട്ടണോണ്ട് യാറെ നീട്ടണം ചെന്നത് കയറ്റിക്കില്ല ഒരു അഡ്ഡക്കര കൊടുത്തത്. മിൻ കബുലു നൂണ് ഇങ്ങനെ ആയിട്ടിക്കൽ ചൊല്ലുന്നത്. മിൻ കബുല് മൂക്കുൽ പണ്ട മീൻ നൂണ്. ഇബ്രാഹിം വഇസ്ഹാഖ് ഇബ്രാഹിം നബിയും ഇസ്ഹാഖ് നബിക്ക്, ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും അള്ളാഹ് നുബുവത്തും റിസാലത്തും കൊടുത്തതുപോലെ ഇത് യാക്കൂബ് നബി ആയിട്ട് ചൊല്ലേ. യാക്കൂബ് നബി ആറ്
ഇബ്രാഹിം നബിയുടെ മോൻ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മോനായിട്ട് യാക്കൂബ് നബി. നൂറ് മണിക്കറ ഇന്ന റബ്ബക അലീമുൻ ഹകീം. അലീമുൻ എന്നതൊക്കെ തൻവീനിട്ട് അത് നോക്കറോ ഇങ്ങനെ ഇട്ടൊന്ന് ഉൾട്ടയിട്ടേ, ഹക്കീമുൻ എന്നതൊക്കെ രണ്ട് തൻവീനും ഒരേപോലെ ഇട്ടേ. അപ്പൊ ഈ ഇങ്ങനെ ഒന്ന് ഉൾട്ടയിട്ടത് ആ തൻവീന് കറക്റ്റായിട്ട് കേൾക്കണം എന്നാണ്. അലീമുൻ അവിടെ നൂണ് കേൾക്കരുത്, ആ നൂണ് ബായിൽ പൊട്ടിത്തെറിച്ച് പോണം. അലീമുൻ ഹകീം. അപ്പോ ഇതില് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാം ചെന്നൊരു പോയിന്റ് അത് ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം. യാക്കൂബ് നബി അലൈഹി സ്വലാമുടെയും യൂസുഫ് നബി അലൈഹി സ്വലാമുടെയും അതുപോലെ യാക്കൂബ് നബിയുടെ വേറെ മക്കളെ ചരിത്രമായിട്ട് ചൊല്ലുക പോണ്ടത്. അപ്പൊ അവിടെ ചിലപ്പോ എന്താവും, എന്തെങ്കിലും ഇങ്ങനെ ആക്കിയ ഇത് ശരിയാ, നിങ്ങൾ നബിമാരെ മക്കളായിട്ട് ഇങ്ങനെ ആക്കുന്നത് ശരിയായിട്ടുള്ള പല തോന്നലും വരും. അതൊക്കെ വേനായിട്ട് ഞാൻ ചൊല്ലേ അള്ളാഹു താല അവന്റെ നിയമത്തിന് നിക്കും, യാക്കൂബ് നബിയുടെ മക്കൾക്കും അള്ളാഹ് പൂർത്തിയാക്കും ചൊന്നവിടെ ചില പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ച് ചൊന്നത് യാക്കൂബ് നബി അലൈഹി സ്വലാമുടെ മോൻ യൂസുഫ് നബി നബി ആയതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാം അല്ലാത്ത വേറെ മക്കളും നബിയായിട്ട് അറിയുന്ന എന്താക്കിയത് ചില പണ്ഡിതന്മാർ ചൊന്നത്. അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ചിലപ്പോ അങ്ങ് ആക്കിയ ആ സ്വറ എന്തിനും ചൊന്നെങ്കിൽ അത് ഇപ്പൊ നെക്സ്റ്റ് ചൊല്ലുകൊള്ളതായിട്ട് അത് അവിടെ നിന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുക തീരം. ഇൻഷാ അല്ലാഹ് അത് അവിടെ ചൊല്ലുമ്പോൾ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമുടെ ബാപ്പത്തിൽ നിന്ന് ദൂരത്താക്കുവാനായിട്ട് അങ്ങ് പല തന്ത്രം കളിക്കിടാറ്. അപ്പൊ അവിടെ എല്ലാം അതെന്ത് അങ്ങനെ ചെയ്തേന്ന് കേട്ടെങ്കിൽ അത് യൂസുഫ് നബി അലൈഹി സ്വലാമുക്കും ബാപ്പയുടെ പിരിസ കിട്ടും, അതേ പിരിസ ഈ മക്കൾക്കും നഷ്ടപ്പെട്ടു പോണ്ടോ എന്നുള്ളൊരു പേടിയായിട്ട് നമുക്ക് ഇന്നത്. അപ്പൊ ബാപ്പയിൽ നിന്നുള്ള ഒരു സ്നേഹം നമുക്ക് കിട്ടാട്ട് ആ വലിയ പദവിയിൽ നിന്ന് ഞങ്ങൾ അകന്നു പോണ്ടമാ എന്ന ഒരു പേടി കൊണ്ടായിട്ട് അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് അങ്ങലാരും ഞങ്ങൾ തപ്പു ചൊല്ലുക, തപ്പായിട്ട് ഭരിക്കുക തീറ എന്ന്. പിന്നെ അങ്ങ് ആദ്യകാലത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് അങ്ങ് ഖേദിച്ച് മടങ്ങിയിറങ്ങുന്നു. പിന്നെ അങ്ങ് നബിമാരെ മക്കളായിട്ട് അങ്ങ് വലിയ സ്ഥാനത്ത് അങ്ങ് ഞാനിപ്പോൾ ഇത് എന്തൊക്കെ ചൊന്നെങ്കിൽ വലിയ സ്ഥാനത്തുള്ള ആളുമാർ ഇതുപോലത്തെ എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും അങ്ങനെ എന്തെങ്കിലും തപ്പാക്കിയിറങ്ങി കേൾക്കുമ്പോഴത്തോ അപ്പോൾ അങ്ങനെ ഞങ്ങളെ പോലെ അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെ സ്ഥാനത്തിലായിട്ട് കണ്ടേ അങ്ങനെ ചെയ്യുക തീറ, അങ്ങനെ കാണുക തീറ. അങ്ങനെ വലിയ സ്ഥാനത്തുള്ള ആളുമാർ അതിൽ നിന്ന് എന്തെങ്കിലും തപ്പ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുക്കുള്ളൊരു പരിഹാരം അങ്ങനെ വക്കൽ നിന്ന് അത് ഉണ്ടായിട്ടിക്കട്. അപ്പോൾ ഒരിക്കലും ഞങ്ങളെ അങ്ങനെ പോലെ കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ കീഴായിട്ട് കാണേമ്മ, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയിടാറ് അതുകൊണ്ട് അങ്ങ് ആക്കിയ വലിയ വിഷയമല്ല എന്നിങ്ങനൊന്നും കരുതുകയോ തോന്നലോ ബറുക തീര. ഇത് പ്രത്യേകമായിട്ടും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടിക്കട്. ഇത് ഈ ചരിത്ര ചൊല്ലെതിരെ ഇനി ചരിത്ര ചൊല്ലൊക്കെ പോകേണ്ടതിരെ പ്രാരംഭത്തിൽ തന്നെ ഞാനിത് ചൊന്നു വെച്ച്. അള്ളാഹു എല്ലാവർക്കും ഹൈർ പ്രദാനം ചെയ്യട്ടെ. ഇത് കാതു കൊടുക്കുന്ന ഒരു ഔത്തവും അള്ളാഹു ഹൈറും ബറക്കത്തും സന്തോഷം നൽകട്ടെ. ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.